കേരളത്തിലടക്കം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വലിയ തോതിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പ്രശ്നങ്ങളിൽ ഇടപെടാനും അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ സമൂഹത്തെ അടക്കം കൂടെ നിർത്താനും വലിയ തോതിലുള്ള ശ്രമങ്ങളാണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളോടൊപ്പം ആളുകളെ ചേർത്ത് ഒരു ജനകീയ മുഖം ഉണ്ടാക്കുക, അതല്ലെങ്കിൽ രാഷ്ട്രീയമായി നേട്ടം കൊയ്യുക എന്നുള്ള ടാർഗറ്റിലാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടത്തി വന്നിരുന്നത്. എന്നാൽ ഒരു നാട്ടിൽ ഇത്തരത്തിലുള്ള മൃദുസമീപനം സ്വീകരിക്കുമ്പോൾ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കൃത്യമായിട്ടും ഈ മേഖലയിൽ വലിയ തോതിലുള്ള ആസൂത്രിതമായ ആക്രമണങ്ങളും മറ്റു കാര്യങ്ങളുമാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. സമീപകാലത്തെ BJP ഭരിക്കുന്ന ഒഡീഷയിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ഭയന്ന് പലായനം തുടങ്ങിയിരിക്കുകയാണ് ഗ്രാമവാസികൾ. കോരാപുത്ത് ജില്ലയിലെ നാരായൺപട്ന, ബോണ്ടാവ് എന്നീ ഗ്രാമങ്ങളിൽപ്പെട്ട ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെയാണ് കഴിഞ്ഞയാഴ്ച ഒരു സംഘം സാമൂഹ്യ വിരുദ്ധർ ആക്രമണം അഴിച്ചുവിട്ടത്. തുടരെ ഉണ്ടാകുന്ന സംഘടിത ആക്രമണങ്ങളിൽ ഭയന്ന് ഗ്രാമവാസികൾ കൂട്ടത്തോടെ വനാന്തരങ്ങളിലേക്ക് പലായനം ചെയ്യുകയാണെന്ന് ക്രൈസ്തവ സംഘടനയുടെ മാസികയായ കാത്തലിക് കണക്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ഒഡീഷയിൽ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവരെ തല്ലിച്ചതച്ച് ശാരീരിക പീഡനങ്ങൾക്ക് വിധേയരാക്കി നാട്ടിൽ നിന്ന് ഓടിക്കാൻ ശ്രമങ്ങൾ തീവ്ര ഹിന്ദുത്വ ശക്തികൾ ഊർജിതപ്പെടുത്തുമ്പോഴും കാസ അടക്കമുള്ള ക്രൈസ്തവ സംഘടനകൾ ഇതിൽ പ്രതിഷേധിക്കാനോ പ്രസ്താവന ഇറക്കാനോ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല. കോരാപുത്തിലെ 2 ഗ്രാമങ്ങളിലും ദിവസങ്ങളായി തുടരുന്ന അതിക്രമങ്ങളിൽ സംരക്ഷണം തേടി രാഷ്ട്രീയ ക്രിസ്ത്യൻ മോർച്ച എന്ന സംഘടന രാഷ്ട്രപതിക്കും മറ്റും നിവേദനം നൽകിയതിനു പിന്നാലെയാണ് വലിയ തോതിലുള്ള ആക്രമണം ഈ പ്രദേശത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ദളിത് ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ക്രിസ്തുമത വിശ്വാസികളെ വരെ തിരഞ്ഞു പിടിച്ച് മൃഗീയ പീഡനമാണ് ഇവിടെ നടക്കുന്നത്. അവരുടെ സ്വത്തുവകകൾ നശിപ്പിക്കുന്നതോടൊപ്പം ഹിന്ദുമതത്തിലേക്ക് തിരിച്ചു പോകണമെന്നാണ് ഹിന്ദുത്വ സംഘടനകളിൽപ്പെട്ടവർ ആവശ്യപ്പെടുന്നത്. നാരായൺപട്നയിലും ബോൺഗാവിലും ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്ന സംഘങ്ങൾ അവരോട് ഗ്രാമങ്ങൾ വിട്ടുപോകാനും ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീടുകൾ തല്ലി തകർക്കുന്നതോടൊപ്പം വളർത്തുമൃഗങ്ങളെ ഉപദ്രവിക്കുകയും മറ്റു സ്വത്തുവകകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് പതിവ് സംഭവമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പോലീസ് സംവിധാനം, ജില്ലാ ഭരണകൂടം എന്നിവർ സംഭവങ്ങൾ കൃത്യമായി അറിഞ്ഞിട്ട് പലപ്പോഴും വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പാണ് ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന കന്യാസ്ത്രീയെയും ഒപ്പമുണ്ടായിരുന്ന 3 പെൺകുട്ടികളെയും മതപരിവർത്തനം ആരോപിച്ച് ഒരു സംഘം ബജ്രംഗ് ദൾ പ്രവർത്തകർ ട്രെയിനിൽ നിന്ന് പിടിച്ചിറക്കി ആക്രമിച്ചത്. പോലീസ് സാന്നിധ്യത്തിലായിരുന്നു ഈ ആക്രമണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ മാസം 25-ന് എറണാകുളം സ്വദേശികളായ 2 വൈദികരെ അക്രമികൾ അതിക്രൂരമായി മർദ്ദിക്കുകയും പണം തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു. ഒഡീഷയിലെ സംബൽപൂർ, കുച്ചിൻഡ, ചർവാച്ചിയിൽ കാർമൽ നികേതൻ ആശ്രമത്തിലുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ വൈദികർ മഞ്ഞുമ്മൽ സെയിന്റ് ജോസഫ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. ഫാദർ ലീനസ് പുത്തൻ വീട്ടിലും അതോടൊപ്പം തന്നെ ഫാദർ സിൽവിൻ കളത്തിലുമാണ് അതിക്രൂരമായ മർദ്ദനമേറ്റത്. BJP അധികാരത്തിൽ എത്തിയതിന് പിന്നാലെ ക്രൈസ്തവരെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നത് ഇവിടെ പതിവായിട്ടുണ്ടെന്ന് നാട്ടുകാർ തന്നെ വാദം ഉയർത്തുന്നുണ്ട്. 2008-ൽ ഒഡീഷയിലെ കണ്ടമാലിൽ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായ സംഘടിതമായ കലാപങ്ങൾക്ക് സമാനമായ അന്തരീക്ഷമാണ് ഇപ്പോഴുള്ളതെന്നാണ് രാഷ്ട്രീയ ക്രിസ്ത്യൻ മോർച്ചയുടെ പരാതി. അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ കണക്ക് പ്രകാരം ഏകദേശം 38 പേരാണ് കണ്ടമാലിലെ കലാപത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 2000-ലേറെ വീടുകളാണ് ആദ്യം പോയതെന്ന് പറഞ്ഞെങ്കിലും ഇത് 20,000-ലേറെ വീടുകളും ഏകദേശം 80ഓളം ആരാധനാലയങ്ങളും 10,000-ഓളം കുടുംബങ്ങൾ ഭവനരഹിതരാകുകയും ഒക്കെ ചെയ്തതായി കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. BJPയും വിശ്വ ഹിന്ദു പരിഷത്തുമായിരുന്നു കണ്ടമാലിലെ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയതെന്ന ആരോപണം ഉയർന്നിരുന്നു. BJP MLA കൂടിയായിരുന്ന മനോജ് പ്രധാൻ കലാപത്തിന് ചുക്കാൻ പിടിച്ചതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു. ലക്ഷ്മാനന്ദ സരസ്വതി എന്ന ഹിന്ദു സന്യാസിയുടെ കൊലപാതകമാണ് കലാപത്തിനുള്ള പ്രകോപനമായി പറയപ്പെടുന്നത്. കാണ്ടമാലിന് സമാനമായ സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കോരാപുട്ട് ജില്ലയിലെ ഗ്രാമങ്ങളിൽ നിലനിൽക്കുന്നതെന്നാണ് ക്രിസ്ത്യൻ സംഘടനകൾ വ്യക്തമാക്കുന്നത്. മുമ്പ് ബഹ്ലാംപൂരിലെ പള്ളിയിൽ കയറി പോലീസ് മലയാളി വൈദികരുടെ അടക്കം മർദ്ദിച്ചത് വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു. പോലീസ് മർദ്ദനത്തിൽ ഒരു വൈദികന്റെ തോളലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. മർദ്ദനത്തിന് ശേഷം വൈദികനെ പോലീസ് റോഡിൽ കൂടി വലിച്ചിഴച്ചാണ് കൊണ്ടുപോയത്. മധ്യപ്രദേശിലെ ജബൽപൂരിൽ അതിരൂപതയിലെ വികാരി ജനറലായിരുന്ന ഫാദർ ഡേവിസ് ജോർജ്, രൂപത പ്രൊക്യുട്ടറേറ്റർ ഫാദർ ജോർജ് തോമസ്, പാരിഷ് കൗൺസിൽ സെക്രട്ടറി ഫെലിക്സ് ബാര എന്നിവരെ ബജ്രംഗ് ദൾ പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ഫാദർ ഡേവിഡ് ജോർജ് തൃശൂർ കുട്ടനല്ലൂർ മരിയാപുരം സ്വദേശിയും ഫാദർ ജോർജ് തോമസ് എറണാകുളം സ്വദേശിയുമാണ്.
ജബൽപൂരിലെ വിവിധ പള്ളികളിലേക്ക് തീർത്ഥാടനത്തിന് പുറപ്പെട്ട സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 52 അംഗ സംഘത്തെ തടഞ്ഞു വെച്ച് തടഞ്ഞ് സഹായത്തിനെത്തിയ വൈദിക സംഘമാണ് ആക്രമിക്കപ്പെട്ടതെന്നും ജബൽപൂർ SP പരാതി നൽകിയെന്നും അന്ന് ഫാദർ ജോർജ് തോമസ് പറഞ്ഞിരുന്നു. എന്നാൽ ഈ പറയുന്ന പരാതികളിലോ മറ്റ് സംഭവങ്ങളിലോ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. സമീപകാലത്ത് BJP ഭരിക്കുന്ന എല്ലാ സ്റ്റേറ്റുകളിലും വലിയ തോതിലുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട ആക്രമണമാണ് ഇപ്പോൾ ഒഡീഷയിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്നത്. നിലമ്പൂരിലടക്കമുള്ള തെരഞ്ഞെടുപ്പ് സാഹചര്യം ഉരുത്തിരിഞ്ഞ പശ്ചാത്തലത്തിലും ഈ പ്രദേശത്ത് നടക്കുന്ന അക്രമങ്ങളെ മറച്ചു വെച്ചുകൊണ്ടുള്ള പ്രചാരണമാണ് BJP ഈ കേന്ദ്രങ്ങളിലെല്ലാം നടത്തി വരുന്നത്. ഒരു ക്രിസ്ത്യൻ പേരുകാരനായ ഒരു സ്ഥാനാർത്ഥിയെ നിലമ്പൂരിലടക്കം കളത്തിലിറക്കി ഇവിടെയുള്ള ക്രിസ്ത്യൻ വോട്ടുകളെ വാരിച്ചേർക്കാനുള്ള ശ്രമത്തിലാണ് BJP മുന്നോട്ട് പോകുന്നത്. എന്നാൽ യഥാർത്ഥ വസ്തുത മനസ്സിലാക്കുന്ന വിശ്വാസി സമൂഹം, കത്തോലിക്ക വിഭാഗരോ അല്ലെങ്കിൽ യാക്കോബായ വിഭാഗക്കാരോ ക്രിസ്ത്യൻ സമൂഹം മൊത്തത്തിൽ BJPയുടെ തനിനിറം മനസ്സിലാക്കിയവരാണ്. അവരെ പേരിൽ വെള്ളം ചേർന്ന ഒരാളെ അവിടെ രംഗത്തിറക്കിയതുകൊണ്ട് മാത്രം ആ പ്രദേശത്തെ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നുള്ളത് ആ പ്രദേശത്തെ വിശ്വാസികൾ തന്നെ പറയുന്നു. ഏതായാലും ഈ പ്രദേശത്ത് നടക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനും അതോടൊപ്പം തന്നെ രാജ്യത്ത് ഒരു സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിനും രാജ്യം ഭരിക്കുന്ന BJP തയ്യാറാകാത്തിടത്തോളം കാലം ഇവിടെയുള്ള പ്രശ്നങ്ങൾക്ക് യാതൊരുവിധ പരിഹാരവും ഉണ്ടാകാൻ പോകുന്നില്ല.